ഹലോ, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ന്യൂ ഇയറിന് എന്തൊക്കെയാണ് പരിപാടി? ഞങ്ങളുടെ ന്യൂ ഇയർ നൈറ്റ് മലയാറ്റൂരാണ് കേട്ടോ. അപ്പം ഫാമിലി ഞങ്ങൾ 3 പേരും ഒരേ കളർ ഡ്രസ്സൊക്കെ ഇട്ട് ഞങ്ങൾ പോകാൻ റെഡി ആയിട്ട് നിൽക്കുവാണ്. അതുപോലെ തന്നെ ലാസ്റ്റ് റെസിപ്പി 2023 ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരു രസ്മലായി. എല്ലാവരും കാണാൻ മറക്കല്ലേ, സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഇതായിരിക്കും 2023 ലാസ്റ്റ് വീഡിയോ, ഞങ്ങളുടെ ട്രാവൽ. അപ്പം മലയാറ്റൂരിലേക്കാണ് പോകുന്നത്. ഞങ്ങളെല്ലാവരും റെഡിയായി ഇറങ്ങി. ഒരു 8:15 അവിടെ നിന്ന് ഇറങ്ങി. ഞാനും കേശൂട്ടനും നല്ല കളിച്ചും ചിരിച്ചൊക്കെയാണ് ഇരിക്കുന്നത് വണ്ടിയിൽ. ഒരു 9:30 ആയപ്പോഴത്തേക്കും മലയാറ്റൂർ എത്തി. കുറച്ച് അങ്ങോട്ട് ആയപ്പോഴത്തേക്കും ബ്ലോക്ക് തുടങ്ങി, ഭയങ്കര ബ്ലോക്ക്. 9 മാപ്പിൽ ഒക്കെ ഇട്ട് സ്ഥലമൊക്കെ ഇട്ടിട്ടാണ് പോയത്. അപ്പം 9:30 ഞങ്ങൾക്ക് അവിടെ എത്താൻ കാണിച്ചെങ്കിലും ഈ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് അവിടെ എത്തിയപ്പോഴത്തേക്കും 9:45 കഴിഞ്ഞു കേട്ടോ. ഇപ്പം നല്ലൊരു ബ്ലോക്ക് കിട്ടിയപ്പോഴത്തേക്കും ഒരാൾ ഒരു സൈഡിലെ വഴി കൂടെ പോകുന്നതുകൊണ്ട് എല്ലാ ബൈക്കിലുള്ള ആൾക്കാരും ആ വഴിയിലേക്ക് പോകാൻ പോയേ. ചേട്ടനും അതിലും പോയി പോയാലോ എന്ന് ആലോചിച്ചു. ഞാൻ പറഞ്ഞു മാപ്പിൽ ആ വഴി കാണിച്ചിട്ടില്ല, നമുക്ക് ഇപ്പുറം വഴി പോകാമെന്ന് പറഞ്ഞു. അപ്പം നമുക്കും പോയി നോക്കാം, അവരും അങ്ങോട്ടേക്കാണെന്ന് വിചാരിച്ച് ഞങ്ങൾ പോവാണ്. പകുതി എത്തിയപ്പോഴത്തേക്കും ആ വഴി അടച്ചിട്ടേക്കാന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ വന്നവരെല്ലാം തിരിച്ചു പോയി. അതൊരു രസകരമായ അനുഭവമായിരുന്നേ. ഞങ്ങൾ പിന്നെ വണ്ടിയിൽ തിരിച്ച് സെയിം ആ വഴി തന്നെ വന്നു. പോലീസുകാർ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു, ഒരാൾ പോയ പറയാതെ എല്ലാവരും അങ്ങോട്ട് പോകുന്നുണ്ടെന്നേ. എന്നാൽ അവരാ വഴി അടച്ചിട്ടിരിക്കുകയെന്നൊന്നും പറഞ്ഞില്ല. പിന്നെ ഞങ്ങൾ ആ ബ്ലോക്കിൽ വന്ന് കയറി. അങ്ങനെ ഞങ്ങൾ നല്ല ബ്ലോക്ക് ഉണ്ട്, കുറേ പേര് നടന്നും പോകുന്നുണ്ട്. മലയാറ്റൂർ 2ാമത്തെ വട്ടമാണ് ഞങ്ങൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ വരുന്നത്. ഒന്ന് കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ന്യൂ ഇയർ ഇവിടെ വെച്ചായിരുന്നു. ഇടയ്ക്ക് വെച്ച് ഭയങ്കരമായിട്ട് പണി പാളിയാലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഒരു വഴിയിൽ ബൈക്ക് പാർക്ക് ചെയ്ത് നടക്കാമെന്ന് വിചാരിച്ചു. കേശൂട്ടൻ നല്ല ഉറക്കമായിരുന്നു. ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചപ്പോഴത്തേക്ക് അവന് ഭയങ്കര സങ്കടമായിരുന്നു. അങ്ങനെ പിന്നെ അവനെ എടുത്തു. അവൻ നടക്കത്തില്ല. അങ്ങനെ ചേട്ടൻ അവനെ എടുത്ത് നടക്കാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ ഈശ്വര ഭയങ്കരമായിട്ട് പണി പാളിയിരിക്കുന്നത്. കാരണം കുറേ ഞങ്ങൾ ദൂരം നടക്കണം. കാരണം ഇനിയും ഉണ്ട് ഒരുപാട് ദൂരം. നടക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അയ്യോ ഇതെന്താ എത്തുന്നില്ലേ എന്നുള്ള രീതിയായിപ്പോയി. അവസാനം അവിടെ എത്താറായപ്പോഴത്തേക്കും ഇവിടെ ഒന്നും ഒരു തിരക്കും ഇല്ല. പാർക്കിങ്ങിൽ അത്ര തിരക്കൊന്നുമില്ലായിരുന്നു. കാരണം തിരക്കുണ്ടെന്ന് വെച്ചാൽ ഓൾറെഡി ആൾക്കാർ പാർക്ക് ചെയ്ത് നടന്നു വന്നുകൊണ്ടായിരിക്കാം ഇവിടെ തിരക്ക് കുറവായിരുന്നു. പിന്നെ എന്തെങ്കിലും വണ്ടി വെച്ചിട്ട് വന്നില്ലേ. ഞങ്ങൾ എന്തായാലും അവിടെ എത്തി. ആദ്യം തന്നെ നമ്മുടെ നക്ഷത്ര കവാടം അതിലേക്കാണ് പോയത്. അപ്പം ഞങ്ങളുടെ 2ാമത്തെ ന്യൂ ഇയറാണ്. കേശൂട്ടനുമായിട്ട് ആദ്യമായിട്ടാണ് ന്യൂ ഇയറിന് വരുന്നത്. ആലപ്പുഴക്കാരിയാണ് ഞാൻ. ആലപ്പുഴ ബീച്ചിലാണ് മിക്കപ്പോഴും പോവാറ്. കൊച്ചിയിലും മറൈൻ ഡ്രൈവിലും മറ്റേ ഫോർട്ട് കൊച്ചിയിലൊന്നും ഇതുവരെ പോയിട്ടില്ല. അവിടെ ഭയങ്കര തിരക്കായിരിക്കുമല്ലോ. പക്ഷെ ഈ വർഷം ഇവിടെ ഒടുക്കത്തെ തിരക്കാണ്. ഞങ്ങൾ ഒരു പ്രാവശ്യം ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇത്രയും തിരക്കില്ലായിരുന്നു. പിന്നെ ഞങ്ങളവിടെ നിന്ന് നക്ഷത്ര കവാടം ആദ്യം കണ്ടു. അപ്പം എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ വിഷസ്. കാരണം ഇപ്പം ഒരു 10 മണി ആയിട്ടുണ്ട്. ഇനിയും 2 മണിക്കൂർ ടൈമുണ്ട്. അപ്പം ഞങ്ങൾ വെള്ളമെല്ലാം കുടിച്ചു. ചേട്ടൻ നന്നായിട്ട് ക്ഷീണിച്ചു. അവനെ എടുത്തുകൊണ്ട് നടക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്നിട്ട് പിന്നെ കാർണിവൽ ഭാഗത്തേക്ക് പോകാം. അപ്പം ഈ മറ്റേ തോണി ഉണ്ടല്ലോ ഇങ്ങനെ കാർണിവൽ, അതിൽ കയറണമെന്ന് ആഗ്രഹം. ഞങ്ങൾ നേരത്തെ പ്ലാൻസ് ഇട്ടൊക്കെയാണ് വന്നത്. പക്ഷേ അതിൽ അന്യായ തിരക്കെന്ന് വെച്ചാൽ അന്യായ തിരക്ക്. പിന്നെ അവിടെ കയറുന്നില്ലെന്ന് വിചാരിച്ചു. ഞങ്ങൾ എന്നാലും കാർണിവൽ കാണാൻ പോകാമെന്നും പറഞ്ഞ് നടന്നു. ഇവിടെ പപ്പാനിയെ തീ കൊളുത്തുന്ന സംഭവമൊക്കെ ഉണ്ട്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 വർഷങ്ങൾക്ക് മുമ്പാണ് കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ ന്യൂ ഇയർ മാത്രമായിരുന്നു ഇവിടെ. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് വരുന്നത്. പിന്നെ ചേട്ടൻ്റെയും കുഞ്ഞിൻ്റെയും ഒക്കെ 1-2 ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ കാർണിവൽ ഭാഗത്തേക്ക് പോവാണ്. കേശൂട്ടന് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം. പിന്നെ എന്തെങ്കിലും ഒരു റൈഡിൽ കയറണമെന്നും ആഗ്രഹമുണ്ട്.
നല്ല തിരക്കുണ്ട്. ചേട്ടൻ പറയുകയും ചെയ്തു ഇപ്രാവശ്യം നല്ല തിരക്ക് കാണുമെന്ന് തോന്നുന്നു നേരത്തെ പറഞ്ഞായിരുന്നു. കാരണം ഒരുപാട് ഫോട്ടോ വെച്ചിലും ഒക്കെ ഒരുപാട് നിയമങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നുകൊണ്ട് ആൾക്കാർ കുറേ പേരൊക്കെ ഇങ്ങോട്ടേക്ക് വരും. അതിനുശേഷം ഞങ്ങൾ ഓരോ കാഴ്ചകളൊക്കെ കണ്ടു. അപ്പം എല്ലാവരോടുമായിട്ട് എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പം ഞങ്ങളങ്ങനെ നല്ല പൊടിയുണ്ട്. ചേട്ടൻ മാസ്ക് പോലൊക്കെ ഇട്ടു, എനിക്കൊന്നും കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ പോയത് കേശൂട്ടിന് ഏറ്റവും പ്രിയപ്പെട്ട ട്രെയിൻ ഉണ്ടല്ലോ, ട്രെയിൻ, അതിൽ കയറാമെന്ന് വിചാരിച്ചു. ഇതാണ് സംഭവം. ഇതിൽ കയറാൻ ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 80 രൂപയാണ്. ഇച്ചിരി കൂടുതലായിട്ട് തോന്നി. 2 ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ വെയിറ്റിങ്ങിനാണ് അവിടെ കയറാനായിട്ട്. കേശൂരിന് നല്ല ഇഷ്ടമാണ് ട്രെയിൻ ടീ എന്ന് പറയുന്നത്. വള്ളത്തിൽ കയറാമെന്ന് വിചാരിച്ചു, ആ തോണി പോലത്തെ സംഭവത്തിൽ കയറാമെന്ന് വിചാരിച്ചപ്പം നടന്നില്ല. ഭയങ്കര അന്യായ ക്യൂ ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഫ്രണ്ടിൽ ആദ്യത്തെ സീറ്റ് തന്നെ പിടിച്ചിരുന്നു. എന്നിട്ട് എന്തായാലും വെയിറ്റിംഗ് ആണ് പോവാനായിട്ട്. കേശൂട്ടൻ നല്ലോണം എൻജോയ് ചെയ്തു. ഞങ്ങളുടെ കേശൂട്ടൻ്റെ ആദ്യത്തെ പുറത്തു പോയുള്ള ന്യൂ ഇയർ ആണ് കേട്ടോ. അതും കൂടെ പറയാം. ഇതുവരെ കേശൂട്ടൻ ജനിച്ച് 3 വർഷമായിട്ട് ഇതുവരെ പുറത്തു പോയി ന്യൂ ഇയർ ആഘോഷിച്ചിട്ടില്ല. കാരണം അവൻ ജനിച്ചപ്പോൾ കൊറോണ ടൈം ആയിരുന്നു. പിന്നെ അവൻ കുഞ്ഞാണല്ലോ, അങ്ങനെ 2-3 വർഷവും പോയിട്ടില്ല. ഇപ്പോഴാണ് അവനെയും കൊണ്ടൊരു ന്യൂ ഇയർ ആഘോഷിക്കാൻ വരുന്നത്. അതും ഒരു പ്രത്യേകതയാണ്. കുറച്ച് അലമ്പാണ്, എന്നാലും അവനുമായിട്ട് ആഘോഷിക്കാൻ പോയ ഒരു ന്യൂ ഇയർ ആയിരുന്നു ഇത്. അവൻ എൻജോയ് ചെയ്തു. പിന്നെ ഉറക്കത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നന്നായിട്ട് കുഞ്ഞ് എൻജോയ് ചെയ്തു. അതിന് ഞങ്ങൾ ആ റൈഡ് എൻജോയ് ചെയ്ത് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും കൂടെ അവനെ ഏതെങ്കിലും റൈഡിൽ കയറ്റാലോ എന്ന് ചേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിള്ളേരൊക്കെ ഇങ്ങനെ പിള്ളേരുടെ മാത്രമായിട്ടുള്ള റൈഡ് ഉണ്ടല്ലോ, അത് സെലക്ട് ചെയ്ത് ചേട്ടൻ പറഞ്ഞു അതിൽ പോവാന്ന് വിചാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അതിലവൻ കയറില്ല, അവൻ അത്ര ആയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ കേട്ടില്ല. അതിൽ കയറ്റാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു അവൻ കയറില്ല. അച്ഛന്മാർക്ക് പിള്ളേരുടെ കാര്യം എത്രത്തോളം അറിയാൻ പറ്റും, അമ്മമാർക്കല്ലേ കറക്റ്റ് അറിയത്തുള്ളൂ. എന്തായാലും കേശൂട്ടൻ കയറില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് അച്ഛനും മോനും കൂടെ തുള്ളൽ തുടങ്ങി. അവിടെ വെയിറ്റിംഗ് ആണ്. പുള്ളിക്കാരൻ പോയി ആദ്യം മോനോട് ചോദിച്ചു മോൻ കയറുമോ. അപ്പം ഞാൻ പറഞ്ഞു നമ്മളും കൂടെ വരുമോ എന്നുള്ള ചിന്തയായിരിക്കും, അവന് കയറില്ല എന്ന് പറഞ്ഞു. പക്ഷെ ചേട്ടൻ സമ്മതിച്ചെന്നില്ല. ഞാൻ പറഞ്ഞു ശരി അച്ഛനും മോനും കൂടെ പോയിട്ട് വന്ന് പറഞ്ഞു. കേശൂട്ടനെ പറഞ്ഞു വിട്ട്. എന്നിട്ടെന്താ വീഡിയോ എടുക്കാനും പറഞ്ഞ് ചേട്ടൻ നിന്നതും കേശൂട്ടൻ അവിടെ സ്റ്റോപ്പായി. കേശൂട്ടൻ കയറുന്നില്ല റൈഡിൽ. ഞാൻ പറഞ്ഞു ഇപ്പം എങ്ങനെ ഇരിക്കുന്നു, അച്ഛന്മാർക്കല്ല കുഞ്ഞുങ്ങളുടെ ഫുൾ കാര്യങ്ങളും അറിയാവുന്ന അമ്മമാർക്കാണ്. കാരണം 24 മണിക്കൂറും അവരുടെ കൂടെയുള്ള അമ്മമാരല്ലേ. അപ്പോൾ കേശൂട്ടനെ കയറ്റാൻ വേണ്ടി അവിടെ നിന്ന് ആ ചേട്ടൻ പഠിച്ച പണി 18 നോക്കി. പക്ഷെ അവിടെ വെറുതെ ടിക്കറ്റ് എടുത്ത് അവൻ പോയി വന്നു. ആ രീതിയിലായിരുന്നു. എനിക്ക് പേടിയാണ്, എനിക്ക് കയറുന്നില്ല എന്നുള്ള രീതിയിൽ ആ ചേട്ടൻ മാക്സിമം സപ്പോർട്ട് കൊടുത്തു അവനെ മേളോട്ടൊന്ന് കയറ്റാൻ വേണ്ടി. ഒരു രക്ഷയില്ല, വിടൂലടാ എന്ന് പറഞ്ഞ പോലെ ഒരു രസമായിരുന്നു അത്. അങ്ങനെ ആ ചേട്ടൻ നിസ്സഹായനാണ്. ബാക്കിയുള്ള പിള്ളേരെല്ലാം എൻജോയ് ചെയ്ത് കളിക്കുകയാണ്. പക്ഷെ കേശുവിനെ അറിയത്തില്ല. കേശുവിൻ്റെ ആദ്യ അനുഭവമാണ്. കേശുവിന് കുറച്ചും കൂടെ ആയാൽ കുഴപ്പമില്ലായിരുന്നു, അത് ഞാൻ പറയുകയും ചെയ്തു. എന്നിട്ട് ഞാൻ ചേട്ടനെ കുറെ കളിയാക്കി. എന്തായി കുഴപ്പമില്ല ഞാൻ പറഞ്ഞ അതുണ്ടായിരുന്നെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു റൈഡിൽ അവനെ കയറ്റായിരുന്നു. അങ്ങനെ പിന്നെ അവൻ കയറിയില്ല. ചേട്ടനും തോൽവി സമ്മതിച്ചു. കേശുവിനും പിന്നെ തിരിച്ചു വന്നു അച്ഛനും മോനും. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് പപ്പാഞ്ഞി ഉണ്ടല്ലോ, പപ്പാഞ്ഞിയുടെ ആ ഒരു ഗ്രൗണ്ടിലാണ്. അവിടെയാണ് ഇനി ലാസ്റ്റ് കൗണ്ട് ഡൗണൊക്കെ തുടങ്ങി. അവിടെയാണല്ലോ പപ്പാഞ്ഞി യാത്രയായിരിക്കുമല്ലോ ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അത് തന്നെ നമ്മൾ കുറച്ച് നേരം ഇരിക്കാനുള്ളൊരു സെറ്റപ്പ് വേണം. അപ്പം ഇത് മലയാറ്റൂർ പള്ളിയിൽ ഞാൻ 1-2 തവണ കുഞ്ഞിലെ പോയിട്ടുണ്ട്, ചേട്ടൻ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഞാൻ ആ വിശേഷങ്ങളൊക്കെ പറയുമായിരുന്നു. പണ്ട് ഞങ്ങൾ വന്നപ്പോഴും ഇതുപോലെ റോഡൊന്നുമില്ല. ഇപ്പം നല്ല വൃത്തിക്ക് റോഡൊക്കെ ഉണ്ട്. ഇങ്ങനെ നല്ല സെറ്റപ്പ് ആക്കി കഴിഞ്ഞാൽ ഇതുവരെ മല കയറിയിട്ടില്ല. അതിന് മുമ്പ് കുഞ്ഞിലെ കയറിയിട്ടുണ്ട്. ഞാനിപ്പം ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് ഇവിടെ.
അപ്പം ബാത്റൂമിലൊക്കെ പോയി വന്നു. അവിടെ വെയിറ്റിംഗ് ആണ്, കാരണം ഇനിയും സമയമുണ്ട് കുറേ. അതിനിടയ്ക്ക് കേശൂട്ടിൻ്റെ പപ്പാഞ്ഞിയെ കണ്ടു. കേശൂട്ടി അവന് ക്രിസ്മസ് അപ്പൂപ്പനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു ചെറുക്കൻ അങ്ങനത്തെ ആ വേഷത്തിൽ പോകുന്നുണ്ട്. അപ്പോൾ അപ്പൂപ്പ എന്ന് പറഞ്ഞ് ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ പിന്നെ കുഞ്ഞിന് എന്തെങ്കിലും വാങ്ങി കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞ് അതാണ് ടോയ്ലറ്റ്. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് ഈ റോഡാണ്. നമുക്ക് മലയിലേക്ക് കയറാനായിട്ട് മുത്തപ്പനെ കാണാനായിട്ട് പോകേണ്ട ആ ഒരു സെറ്റപ്പാണ്. അപ്പം അതിൻ്റെ ലൈറ്റൊക്കെ നമുക്ക് കാണാൻ പറ്റും മലയിലേക്കുള്ള. അപ്പോൾ ചേട്ടൻ ചോദിച്ചു എന്തോരം ദൂരമുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ കുഞ്ഞിലെ പോയത്. അതിനിടയ്ക്ക് കേശൂട്ടൻ്റെ ഫേവറേറ്റ് പോപ്കോണൊക്കെ അച്ഛൻ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു. അത് പിന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ടുള്ള നടത്തുമായിരുന്നു. പിന്നെ കേശൂരിന് എന്തെങ്കിലും ഒരു 11:30 ആവാറായപ്പോഴത്തേക്കും കേശൂരിന് എന്തെങ്കിലും വാങ്ങിച്ച് എല്ലാം വാങ്ങിച്ചു കൊടുക്കാം. വാങ്ങിച്ചു കൊടുത്തിട്ട് നമുക്ക് പപ്പാനി അടുത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവന് അവൻ്റെ സിംഗ എന്ന് പറയും. അപ്പം അതാണ് വാങ്ങിയത്. അത് വാങ്ങിയിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകണം. ഇപ്പം നല്ലോണം കുറച്ച് തിരക്കായി വരുന്നുണ്ട്. കുറച്ച് നേരം ഞങ്ങളവിടെ ഇരുന്നു, കാരണം നല്ല തിരക്കാവുന്നുണ്ട്. പുള്ളിക്കാരൻ നല്ല ഗിറ്റാറൊക്കെ സെറ്റ് ചെയ്ത് ഗിറ്റാറൊക്കെ പിടിച്ചുകൊണ്ടാണ് പപ്പാനി നിൽക്കുന്നത്. കണ്ണാടിയൊക്കെ വെച്ച് നല്ല ഗ്ലാമറായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. ഗിറ്റാറും ഉണ്ട് കയ്യിൽ. അപ്പോൾ എല്ലാവരും വീഡിയോസും ഫോട്ടോസും ഒക്കെ ഒരുപാട് എടുക്കുന്നുണ്ട്. ഞാനും എടുക്കുന്നുണ്ട്. ഇപ്പോൾ യൂട്യൂബിൽ നിങ്ങൾക്ക് കാണിക്കാമല്ലോ, ഷെയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അവിടെ DJ നല്ല തകർപ്പനായിട്ട് DJ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും വോയിസിൽ കൊടുക്കാൻ പറ്റത്തില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ഉണ്ടാവും. അപ്പം കോപ്പിറൈറ്റ് വരുന്ന പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ഫുള്ള് വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. നല്ല അടിപൊളി DJ ആണ്, നിർത്താതുള്ള പാട്ടും ഉണ്ട്. പിന്നെ എല്ലാവരും ഫോണും പൊക്കി പിടിച്ചിങ്ങനെ നിൽപ്പുണ്ട്. ക്രൗഡ് വന്നു തുടങ്ങി. കൗണ്ട് ഡൗൺ പോലെ ഞാനിങ്ങനെ ടൈം നോക്കുന്നുണ്ട്. 11:58, 11:59 അങ്ങനെ ആയപ്പോഴത്തേക്കും 11:59 ആയപ്പോൾ ഞാനും ഫോൺ ഓൺ ചെയ്തു. കേശൂട്ടനെ എടുത്ത് അച്ഛൻ തലയുടെ മുകളിലും വെച്ചു. ഇപ്പം പപ്പാനിയെ കത്തിക്കും ഉള്ളതായപ്പം ന്യൂ ഇയർ ആയി. 12 മണിയായപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞ എല്ലാവരും ഫോട്ടോസും വീഡിയോസും കണ്ട ഫുള്ള് മൊബൈലും. ഭയങ്കര ക്രൗഡാണ്. കഴിഞ്ഞ ഞങ്ങൾ വന്ന ടൈമിൽ, ഇതിന് മുമ്പ് വന്ന ടൈമിൽ ഇത്രയും ക്രൗഡ് ഇല്ലായിരുന്നു കേട്ടോ. ഇന്ന് ഭയങ്കര നിന്ന് തിരിയാൻ പറ്റാത്തത്ര ക്രൗഡും. പിന്നെ ആ തീ കത്തിയപ്പം കുറച്ച് നല്ല ചൂടും വെട്ടവും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ കത്തി തീരാനൊന്നും കാത്തിരുന്നില്ല. അപ്പോഴത്തേക്കും തന്നെ ആൾക്കാർ ഉറുമ്പും കുട്ടി കല്ലെറിഞ്ഞ പോലെ തിരിച്ച് പോകാനുള്ള തിടുക്കമായി. പിന്നെ അങ്ങോട്ടൊന്നും ഓർമ്മയില്ല. അതുപോലെ തിരക്കും ഒന്നും തള്ളും ഭയങ്കര തിരക്കും പെട്ടുപോയ അവസ്ഥയായിരുന്നു. ശ്വാസം മുട്ടലാണോ എന്തുവാണോ ആ ഒരു അവസ്ഥയായിരുന്നു. തിരിച്ച് എങ്ങനെയൊക്കെ ആണ് ആ കവാടം കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ദൂരം നടന്നു വന്നത് എങ്ങനെയൊക്കെയാണ് അതൊന്നും. പിന്നെയൊക്കെ ഫോണൊന്നും നോക്കിയില്ല, ഫോണൊന്നും വീഡിയോ ഒന്നും നോക്കിയില്ല. പിന്നെ ഒരു ആശ്വാസമായിട്ടുള്ള സ്ഥലത്തെത്തിയപ്പം എന്നെയും കേശൂട്ടിനെ അവിടെ നിർത്തിയിട്ട് ചേട്ടൻ ഒരുപാട് ദൂരം നടക്കണം. അപ്പം ചേട്ടൻ പോയി വണ്ടി എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. കാരണം കുറേ ദൂരം നടക്കാനുണ്ട്. വണ്ടി വെച്ചത് അത്ര ദൂരത്തായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ തിരക്ക് കുറഞ്ഞ രീതിയിൽ ഇറങ്ങി. എന്നാലും ക്രൗഡിൻ്റെ അകത്ത് പെട്ടു. മറ്റേ ആ ന്യൂസ് ഓർമ്മ അവരവിടെ നിൽക്കുമ്പോൾ ഭയങ്കരമായിട്ട് വല്ലാത്തൊരു പേടിയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊരു പള്ളിയിൽ കയറിയിരുന്നു. കേശൂട്ടിനൊപ്പം പള്ളിയിൽ തൊഴാൻ പോയി. അപ്പോഴത്തേക്കും ചേട്ടൻ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് വന്നേ. അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. 1 മണിയായി അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ എല്ലാവരും ന്യൂ ഇയർ അടിച്ചു പൊളിച്ചെന്ന് വിശ്വസിക്കുന്നു. പുഴയെ പോകുന്നവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ന്യൂ ഇയർ വിഷസ് പറയുമായിരുന്നു. അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.